മുനമ്പത്ത് കൂടിയുള്ള കാഴ്ച കാണേണ്ടതുണ്ട്. ജിജീഷ് കരുണാകരൻ നമ്മളോടൊപ്പം ചേർന്നു. ജിജീഷ്, മനുഷ്യച്ചങ്ങല നിശ്ചയിച്ചിരുന്നത് 3:30-നാണ്. എന്തായാലും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്, അവിടേക്ക് ഒഴുകുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ചെല്ലാനം കൂടി ചേരുന്നതോടുകൂടി വലിയ പ്രതിഷേധത്തിലേക്ക് മാറുകയാണ് മുനമ്പം. അനു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വരെ കേരളം അല്ലെങ്കിൽ ഇത് നിരവധി പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിന് സമാനമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് തന്നെയാണ് മുനമ്പം സമരം മാറുന്നത്. അവിടെ ഏതെങ്കിലും ഒരു ജനവിഭാഗം മാത്രമല്ല ആ സമരത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രശ്നബാധിതരായ ആളുകൾ മാത്രമല്ല സമരരംഗത്തുള്ളത്. അവർക്കൊപ്പം അണിനേർന്നുകൊണ്ട്, അവർക്കൊപ്പം നിലനിന്നുകൊണ്ട് അവരുടെ പ്രശ്നം തങ്ങളുടെ കൂടി പ്രശ്നമാണ് എന്ന് പറയാനുള്ള മനസ്സുമായി വലിയൊരു സമൂഹം മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് നിരവധി വിവിധ സമുദായ സംഘടനകൾ കഴിഞ്ഞ ദിവസം അവർക്ക് പിന്തുണയുമായി സമരപ്പന്തലിലെത്തി. ഇന്ന് ഒരു പടി കൂടി കടന്നുകൊണ്ട് SNDP വൈപ്പിൻ യോഗത്തിന്റെ നേതൃത്വത്തിൽ, യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സമരത്തിനാണ് ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ സമരത്തിന്റെ ഭാഗമാകാൻ വന്നു കഴിഞ്ഞു. ഇത് ആരംഭിക്കുന്നത് മുനമ്പം ബീച്ചിൽ നിന്നാണ്. മുനമ്പം ബീച്ച് മുതൽ വൈപ്പിൻ ബീച്ച് പരിസരം വരെ നീളുന്ന കിലോമീറ്ററുകൾ നീളുന്ന ആ ഭാഗങ്ങൾ മുഴുവൻ ജനസഞ്ചയമായി മാറാൻ പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ മനുഷ്യച്ചങ്ങല പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഒരു വലിയ പ്രശ്നം തന്നെയല്ലേ മുനമ്പത്തെ ആളുകൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്? അതെ അതെ. എങ്ങനെ കാണുന്നു അവരുടെ പ്രശ്നത്തെ? വളരെയധികം വിഷമാവസ്ഥയിൽ തന്നെയാണ് കാണുന്നത്. ഒരു വീട് ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം വളരെ വിഷമാവസ്ഥ തന്നെയാണ്. വിഷമസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് അവരെ പിന്തുണക്കാൻ കഴിയുക അല്ലേ? എന്താ ഈ മുനമ്പത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്താ? ഞങ്ങൾ മുനമ്പത്തേര് പള്ളിക്കാരാണ്. എന്നാലും അവര് നമ്മളെ ഭയങ്കര പ്രതിസന്ധിയാണ്. 33-ാമത്തെ ദിവസമാണ്. ഇതുവരെ ഒരു അനുകൂലമായ സമീപനം പോലും വന്നിട്ടില്ല. ദേവൻ എന്ന് പറയണല്ലാണ്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയത്. ഇനി ഇതിലധികം പ്രക്ഷോഭങ്ങൾ ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അച്ഛനാണെങ്കിൽ ആവശ്യതേ ഞങ്ങളുടെ അച്ഛൻ. അവർ പറയുന്നത് ഈ പ്രക്ഷോഭം ഇത് ഒരു സൂചന മാത്രമാണ്. ഈ പ്രക്ഷോഭം ഇതിലധികം വലിയൊരു പ്രക്ഷോഭത്തിന്റെ വഴിയിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അത് തന്നെയാണ് എങ്ങനെയാണോ ഈ ജനസമൂഹം ഒപ്പം നിൽക്കേണ്ടത്, ഒരു സമൂഹമാകെ വഖഫ് അധിനിവേശത്തിനെതിരായി ഒപ്പം നിൽക്കേണ്ടത്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മതപ്രീണനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ആ സർക്കാരിനെതിരായ പ്രതിഷേധം ഏതെല്ലാം രീതിയിൽ അലയടിക്കണം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നിട്ടുള്ള SNDP യോഗം വൈപ്പിൻ യൂണിയന്റെ ഈ പ്രതിഷേധം, ആ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ആയിരക്കണക്കിന് ആളുകൾ ഈ ദൃശ്യങ്ങളുടെ ഭാഗമായി മാറുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ അണിനിരക്കുന്നു. കൃത്യം 4:30 തന്നെ ഇത് ചങ്ങലകൾ കൈകൾ കോർത്തുകൊണ്ട്, പരസ്പരം കൈകൾ കോർത്തുകൊണ്ട്, ആ കൈകൾ കോർത്ത് ഹസ്തദാനം മാത്രമല്ല അത് കൈകോർത്തുകൊണ്ട് അവർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മൾ ഒന്നാണ്. ഏത് വിഷയം വന്നാലും, ഇത്തരത്തിൽ പൊതുജന പ്രാധാന്യമുള്ള ഏത് വിഷയം വന്നാലും അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ, സമുദായ വ്യത്യാസമില്ലാതെ ഒപ്പം നിൽക്കാൻ തയ്യാറാകുന്ന ആളുകളാണ് ഈ കേരളത്തിലുള്ളത്. അവിടെ മതപ്രീണനം ലക്ഷ്യമാക്കുന്ന ഒരു സർക്കാർ ഒടുവിൽ തോറ്റ് പിൻവാങ്ങുക മാത്രമായിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആയിരങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യം മാത്രമാണ് മുന്നോട്ടുള്ളത്. അവിടെ മുനമ്പത്തെ തീരദേശവാസികൾക്ക് നീതി വേണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരെല്ലാം ഈ സമരത്തിൽ നമ്മളൊക്കെ ഒരു വലിയൊരു നീതിക്കായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാവുകയല്ലേ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ എന്താ പറയുക, ഒരു മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ അതിൽ ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായാലും എല്ലാവർക്കും അനുകൂലമായ ഒരു തീരുമാനം വരണം. അതിനുവേണ്ടി കുടിയൊഴിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ആൾക്കാർ ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. അത് എന്തായാലും നടപ്പിലാവും എന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ ഈ പ്രതിഷേധം ഒടുവിൽ വിജയം കാണുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും വിജയിക്കും. വിജയം വരെ പോരാടും. വേണ്ടേ? വേണം. സാധാരണക്കാരെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റുമോ? പാടില്ല. അവസാനം വരെ പോരാടാൻ തന്നെ ഉറപ്പായിട്ടും പോരാടാം. ജീവനം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്, താമസിക്കുന്ന വീട് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം അത് തന്നെയാണ്. എന്തോരം പാടുകഴിച്ചാണ് ഓരോരുത്തരും ഒരു വീടുണ്ടാക്കിയേക്കുന്നത്. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന കാര്യമാണോ? ഇനി അതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും മരണം വരെ പോരാടണം. ശരിക്കും പറഞ്ഞു വരുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തൊക്കെ അടങ്കത കേൾക്കണ പോലെയാണ്. കാരണം പണ്ടെന്തോ നടന്നിരുന്നു, അത് ഇനിയും പാലിച്ചു പോയിക്കൊള്ളണം. അതും മാത്രമല്ല, ഈ ഇന്ത്യൻ മഹാരാജ്യത്തുള്ള പൗരന്മാർക്കൊക്കെ അവസാന നീതി ലഭിക്കുന്നത് ഏറ്റവും അവസാനം പോകാൻ സുപ്രീം കോടതി പോകാൻ പറ്റും. എന്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല? അങ്ങനത്തെ 2 തരം സമൂഹം ഇന്ത്യയിൽ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അത് 2 തരം നീതി ആവശ്യമില്ല. എല്ലാവർക്കും ഒരുപോലെ അതായിരിക്കണം നിയമം.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രണ്ടു തരം നീതി എന്തിനാണ് ഈ സമൂഹത്തിലെ ഒരേ ജനതയോട്, ഒരുപോലെ ഭരണഘടനാ അവകാശങ്ങളുള്ള ഒരു സമൂഹത്തോട്, ഒരുപോലെ നിന്ന് ജീവിക്കേണ്ട ഒരു സമൂഹത്തോട് എന്തിനാണ് രണ്ടു തരം നീതി? ഏതെങ്കിലും ഒരു മതസമൂഹത്തോട് എന്താണ് ഈ പ്രീണന രാഷ്ട്രീയം? എന്തുകൊണ്ടാണ് വഖഫിന്റെ അധിനിവേശത്തിന് കുടപിടിക്കുന്ന ഒരു സമീപനം അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നു എന്നൊരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു നീതിക്കായുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മാറുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളൊരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. തലമുറകളായിട്ട് ജീവിച്ചു വന്നൊരു ഭൂമി തികച്ചും ഒരു അന്യമാക്കപ്പെടുന്ന വഖഫിന്റെ അധിനിവേശ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ പടപൊരുതും. തീർച്ചയായിട്ടും ആ ഒരു ഭൂമി ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ്. അത് ഞങ്ങൾ നേടിയെടുക്കുന്നത് വരെ തീർച്ചയായിട്ടും സമരം ചെയ്യും. ഞങ്ങൾ തിരിച്ചു പിടിക്കും ഞങ്ങളുടെ ഭൂമി. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ശക്തമാകാൻ തന്നെ തുടക്കം മാത്രം. ഇപ്പൊ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ 1000 അല്ല, അത് കവിഞ്ഞിട്ടുണ്ട്. അല്ല, ആയിരക്കണക്കിന് ആളുകൾ തീർച്ചയായും ഇത് ഒരു 5000 പേരോളം പങ്കെടുക്കുന്ന ഒരു പ്രധാന മനുഷ്യച്ചങ്ങലയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിൽ 10,000 കടന്ന് ആളുകൾ ഇപ്പോൾ തന്നെ ഈ മുനമ്പം മുതൽ ചെറായി വരെ നീളുന്ന തീരദേശ ഭാഗം, തൊട്ടപ്പുറത്തെ ഭാഗം തീരദേശ മേഖലയാണ്. എങ്ങനെയാണ് സമരത്തെ കാണുന്നത്? ഈ സമരത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് നീതി കിട്ടുക എന്നതാണ് നമ്മുടെ അത് തന്നെ, നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. നീതി കിട്ടണം. യൂണിയന്റെ കീഴിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ മുനമ്പം ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് നീതി കിട്ടണം എന്നാണ് പറയുന്നത്. നീതി കിട്ടണം സമരത്തിൽ. അതിന് മനുഷ്യർ ഒന്നായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒന്നായി നിൽക്കേണ്ട സാഹചര്യമാണ്. ചേച്ചി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഈ ചങ്ങലയുടെ ഭാഗമായി കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ചേർത്ത് പിടിച്ച്, ഇനിയിപ്പോൾ ഇത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൈകോർത്തായിരിക്കും മുന്നോട്ട് പോവുക. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഈ ഒരു സ്ഥിതി, അന്തരീക്ഷം സംജാതമാക്കിയ ആളുകളോട് പറയാനുള്ളത്? അത് നമ്മളിപ്പോൾ ഈ മുനമ്പത്തുകാരുടെ ഒരു അവസ്ഥ നമുക്ക് വന്നാൽ എങ്ങനെയായിരിക്കും? ആ ഒരു ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ വന്നത് തന്നെ. നമുക്ക് വരുമ്പോഴേ ആ ഒരു പ്രശ്നം മനസ്സിലാവുള്ളൂ. കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് അവർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതുപോലൊരു പ്രശ്നം നമുക്ക് അഭിമുഖീകരിക്കുമ്പോൾ, നമ്മൾ ആ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഒരു വേദന മനസ്സിലാവുക, നഷ്ടപ്പെടലിന്റെ വേദന മനസ്സിലാവുക, ഭൂമി നഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ വേദന മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ആ പോരാട്ടം അത് വിജയം വരെ നീളുന്നതാകണം പോരാട്ടം. അതിൽ വിജയത്തിൽ കുറഞ്ഞൊരു ലക്ഷ്യവുമില്ല എന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആയിരങ്ങൾ അണിനിരന്നുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ ഈ സമര കേന്ദ്രത്തിലേക്ക് എത്തുന്നു. ഒരു ഭാഗത്ത് ദിവസങ്ങളായി സമരം ചെയ്യുന്ന മുനമ്പൻ നിവാസികൾ, മറുഭാഗത്ത് അവർക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ. ചേച്ചി, ഈ ഒരു സമരം വിജയിക്കുമെന്ന് തന്നെയാണോ പ്രതീക്ഷ ഇവിടെ നിൽക്കുമ്പോൾ? വിജയിക്കണമല്ല, സാധാരണക്കാരുടെ ഒരു ഇതാണല്ലോ. അപ്പം അവർക്ക് വിജയിച്ച് തന്നെ അവരുടെ ഭൂമികൾ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി എല്ലാ ജനങ്ങളും ഒന്നായിട്ട് നിൽക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത്. എന്താണ് പറയാനുള്ളത് ഈ സമരത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ? സമരത്തിന് എല്ലാവരും ഒത്തുകൂടി അതിനെ വിജയിപ്പിക്കാനാണ്. അതിനെല്ലാവരും ഞങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചങ്ങലയുടെ ഭാഗമാകാൻ ആളുകൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ ചങ്ങലയുടെ ഭാഗമായി ആളുകൾ നിൽക്കാനുള്ളത്. ഈ ഒരു കേന്ദ്രത്തിലേക്ക്, നമ്മൾ ഈ നിൽക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് അല്പം സമയത്തിനകം യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എത്തിച്ചേരും. അതിനുശേഷം അദ്ദേഹവും ഈ ഒരു മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി കൈകൾ കോർക്കും. അതിനുശേഷം പിന്തുണയർപ്പിച്ചുകൊണ്ടുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം തുറന്ന വാഹനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ഈ പ്രവർത്തകരെ, SNDP യോഗം പ്രവർത്തകരെയും ഒപ്പം തന്നെ സമരത്തിൽ ഉള്ള ആളുകളെയും എല്ലാം തന്നെ ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം തുറന്ന വാഹനത്തിൽ മുന്നോട്ട് പോകും. അതിനുശേഷം ഇവിടെ നടക്കുന്ന ഭുവനേശ്വരി ക്ഷേത്ര പരിസരത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ആരംഭിച്ചു കഴിഞ്ഞു. മുനമ്പത്ത് വലതുവശത്ത് കാണുന്നത് മുനമ്പത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളെങ്കിൽ ഇടതുവശത്ത് കാണുന്നത് ചാവക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. പാലയൂർ ഫെറോണയിലെ പള്ളികളുടെ നേതൃത്വത്തിൽ അവിടെ പ്രതിഷേധ പ്രകടനവും ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിഷേധ റാലിയാണ് നടക്കുന്നത്. കാരണം ചാവക്കാട് വഖഫ് നോട്ടീസ് ലഭിച്ച 60ഓളം കുടുംബങ്ങളുണ്ട്. ഇവർക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ പാലയൂർ ഫെറോണയിലെ പള്ളികളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ റാലി. അതിനൊടുവിൽ പൊതുസമ്മേളനം കൂടി നിശ്ചയിച്ചിരിക്കുന്നത്. വലതുവശത്താകട്ടെ മുനമ്പം, ഒരു മാസത്തിലേറെയായി സമരമുഖം തുറന്നിരിക്കുന്ന മുനമ്പം ജനത, 600ഓളം കുടുംബങ്ങൾ. ഇവർ തലമുറകളായി കൈമാറി വന്ന കിടപ്പാടം അത് സംരക്ഷിക്കാനായി
നീതി തേടിയുള്ള പോരാട്ടത്തിലുള്ള ജനത. ചാവക്കാട് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആനന്ദ് പുതൂർ തുടരുകയാണ്. ആനന്ദിലേക്ക് എത്താം. ജിജീഷ് കരുണാകരൻ, മുനമ്പത്ത് ജിജീഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെല്ലാനും കൂടി ചേരുന്ന ഒരു സമരം മുനമ്പം കാണുന്നു, വലിയൊരു രീതിയിലുള്ള മനുഷ്യച്ചങ്ങല. ഇതിനിടയിൽ ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ, കാരണം സംസ്ഥാന സർക്കാർ ഇതിനിടയിൽ ഈ പ്രതിഷേധം ഇരമ്പുന്ന വേളയിൽ ഒരു മാസത്തോളം അടുക്കവേ ഈ ജനങ്ങൾ, മുനമ്പത്തെ ജനത റിലേ സത്യാഗ്രഹം നിരാഹാരം ഇരുന്നിട്ട് ഒരു മാസം അടുക്കവേ പോലും അനങ്ങാത്ത സംസ്ഥാന സർക്കാർ ഒടുവിൽ സഭാ നേതൃത്വങ്ങൾ ഇടപെട്ടു എന്ന് കണ്ടപ്പോൾ ഒരു യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. അടിയന്തര യോഗം എന്ന രീതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിന് എന്ത് പ്രസക്തി എന്നുകൂടിയാണോ ഇന്ന് മുനമ്പ് ജനത ഇങ്ങനെ കൈകോർത്ത് നിന്ന് ചോദിക്കുന്നത്? അനു, വലിയ തോതിലുള്ള പ്രതിഷേധം കനക്കുന്ന ഘട്ടത്തിൽ മറ്റു ഗത്യന്തരമില്ലാതെ വിളിച്ചു ചേർത്ത ഒരു യോഗമാണ് 20-ാം തീയതി. അതുമായി ബന്ധപ്പെട്ട് പല സമയം പല തവണകളിലായി തീയതികൾ മാറ്റിക്കൊണ്ട് 28ഉം 16ഉം എല്ലാം ആക്കി പല ഘട്ടങ്ങളിൽ നിശ്ചയിച്ചു. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. ആ ഒരു ഘട്ടത്തിൽ ആണ് പ്രതിഷേധം ഒരു ഭാഗത്ത് ശക്തമാകുന്നു, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഒരു ഭാഗത്ത് കനക്കുന്നു, മറ്റു മാർഗങ്ങളില്ലാതെ വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം. എന്നാൽ ആ യോഗത്തെ ആരും എടുക്കുന്നില്ല ഈ പൊതുസമൂഹം. അവർ ഈ ഒരു പൊതുസമൂഹം ആകെ ഇതിനെ തള്ളിക്കളയുന്നു. ഇത്തരത്തിലുള്ള പ്രഹസനമാകുന്ന യോഗങ്ങളെ, ആർക്കെങ്കിലും വേണ്ടി നടത്തുന്ന യോഗങ്ങൾ, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി. നമുക്കറിയാം, ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം. വളരെ കൊച്ചു കുട്ടികൾ പോലും ഈ സമരത്തിന്റെ ഭാഗമായി. കാരണം വളരുന്ന തലമുറ, ഇനിയുള്ള തലമുറയ്ക്ക് കൂടി അവരുടെ കൂടി ഭൂമിയാണ് നഷ്ടപ്പെടുന്നത്. അവർക്ക് കൂടി അവകാശപ്പെട്ട, ജീവിക്കാൻ അവകാശപ്പെട്ട മണ്ണിൽ നിന്നാണ് അവരെല്ലാം പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ അവരെയുമായി ഈ സമര രംഗത്തേക്ക് വരുന്നത്. കാരണം ഇത് ഇന്നിന്റെ വിഷയമല്ല, നാളെയുടെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു ദീർഘവീക്ഷണമുള്ള സമൂഹമാണ് കൃത്യമായി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഇത്രമാത്രം ശക്തി പ്രാപിക്കുന്നത്. അത് ക്രൈസ്തവ സഭാ നേതൃത്വമാണ് ഒരു ഭാഗത്ത് സമരരംഗത്ത് ഉള്ളത് എങ്കിൽ മറുഭാഗത്ത് ഹൈന്ദവ സമുദായ സംഘടനകൾ ഒന്നാകെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഭാഗത്ത് ഈ മതപ്രീണനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടി അതേ ലക്ഷ്യത്തോടു കൂടി സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി AP സുന്നി വിഭാഗവും EK സുന്നി വിഭാഗവും എല്ലാം തന്നെ അവരുടെ നിലപാടുകൾ, അതായത് ആ ഘട്ടത്തിൽ പോലും അവർ പറയുന്നത് വഖഫ് ഭൂമി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. അത് EP സുന്നി വിഭാഗമാണെങ്കിലും AP കാന്തപുരം വിഭാഗമാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ധൈര്യത്തിന് പിന്നിൽ സർക്കാരിന്റെ പരോക്ഷമായ പിന്തുണയുണ്ട്, മൗനാനുവാദമുണ്ട്. സർക്കാർ തങ്ങൾക്ക് അനുകൂലമായി ഏത് ഘട്ടത്തിലും നിൽക്കുമെന്ന ഒരു കൃത്യമായ പ്രതീക്ഷയുണ്ട്, ആ ഒരു അജണ്ടയുണ്ട്. അതെല്ലാം മുൻനിർത്തി തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്നു. സിറാജിലാണെങ്കിലും സുപ്രഭാതത്തിലാണെങ്കിലും എല്ലാം തന്നെ ലേഖനങ്ങളടക്കം എഴുതിക്കൊണ്ട് അവരുടെ നിലപാടും കൂടുതൽ വ്യക്തമാക്കുന്നു. പ്രശ്നത്തെ കൂടുതൽ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു AP സുന്നി വിഭാഗവും EK വിഭാഗവും എല്ലാം ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ആ പോരാട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് സ്ത്രീകളും കുട്ടികളും എല്ലാം സമരത്തിന്റെ ഭാഗമായി മാറുന്നു. അതിന് കാത്തിരിക്കാനില്ല, ഈ ഒരു തീയതി വരെ അല്ലെങ്കിൽ സമവായ യോഗത്തിന് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ പോരാട്ട വീര്യം തണുപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇവിടെ കൈകൾ കോർത്തുകൊണ്ട് സമരരംഗത്തുള്ള സമര നേതാക്കൾ, സമരഭടന്മാർ അവർ കൈകൾ കോർത്തി സമരത്തിന്റെ ഭാഗമാകും. അവരുടെ മുന്നിൽ പ്രശ്നം അവരുടേത് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട്. വൈപ്പിൻ യൂണിയന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സമരം ഇത്തരത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവിടെ വിവിധ യൂണിയനുകളിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്. അവരെല്ലാവരും തന്നെ ഈ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മുനമ്പത്തെ ജനതയ്ക്ക് നീതി കിട്ടണം, മുനമ്പത്തെ സമൂഹത്തിന് നീതി കിട്ടണം. മുനമ്പത്തുണ്ട് തങ്ങളെപ്പോലുള്ള ആളുകൾ, മുനമ്പത്തുണ്ട് തങ്ങൾക്കുള്ളതുപോലുള്ള കുട്ടികൾ, മുനമ്പത്തുണ്ട് തങ്ങൾക്ക് ഉള്ളതുപോലുള്ള മാതാപിതാക്കൾ. അവർ വഴിയാധാരമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ട് ഏതെങ്കിലും ഒരു അനീതി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ, മറിച്ച് അതുപോലെ തന്നെ സംഘടിത വോട്ട് ബാങ്കായി മാറാൻ കഴിയുന്ന ഒരു സമൂഹം അപ്പുറത്തുമുണ്ട് എന്നുകൊണ്ട് കൃത്യമായി ബോധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഭാഗത്തേക്ക് തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം എത്തിച്ചേരും. അതിനുശേഷം
അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ഈ സമരരംഗത്തുള്ള ആളുകൾക്കൊപ്പമാണ് ഈ സമൂഹമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ആ പ്രതിജ്ഞ ചൊല്ലി അതിനുശേഷം അദ്ദേഹം തുറന്ന വാഹനത്തിൽ കിലോമീറ്ററുകൾ നീളുന്ന ഈ മനുഷ്യച്ചങ്ങലകൾ വീക്ഷിച്ച് അവരെ അഭിവാദ്യം ചെയ്തതിനു ശേഷം വീണ്ടും ഈ പൊതുയോഗം നടക്കുന്ന സമ്മേളന കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരും. അവിടെ ആയിരങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി അതിനുശേഷം ഈ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിച്ചേരുന്ന ആയിരങ്ങളെ തുഷാർ വെള്ളാപ്പള്ളി അഭിവാദ്യം ചെയ്യും. നേരത്തെ തന്നെ വിവിധ സമുദായ സംഘടനകൾ, ധീവരസഭ, SNDP യോഗം, ഒപ്പം തന്നെ മറ്റ് നിരവധി ഹൈന്ദവ സമുദായ സംഘടനകൾ ഈ സമര രംഗത്ത് പല ഘട്ടങ്ങളിലും വന്നിരുന്നു. മറിച്ച് മറുഭാഗത്ത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ നിരവധി സമുദായ സംഘടനകൾ അവിടെയും അവരും ശക്തമായി തന്നെ പിന്തുണയർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അങ്ങനെ ഒരു ജനതയൊന്നാകെ ഒരു പ്രശ്നത്തിൽ ഒരുമിച്ച് ഇടപെടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ ദർശിക്കാനാവുക. അത് തന്നെയാണ് ഇവിടെ വീക്ഷിക്കാനാവുക. ഓരോ ആളുകളും പറഞ്ഞ അഭിപ്രായത്തിൽ നിന്ന് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്യും. അനു, തീർച്ചയായും സ്വന്തം ഭൂമിയിൽ കുടിക്കിടപ്പുകാരായി മാറേണ്ടി വരുമോ എന്ന ഭയമാണ് ഈ ജനതയ്ക്കുള്ളത്. മുനമ്പത്തെ ഒരു പ്രദേശം മുഴുവനും മനുഷ്യചങ്ങലയ്ക്കായി അണിനിരക്കേണ്ടി വരുന്ന ഒരു കാഴ്ച. അവിടെ പ്രതിഷേധ ജ്വാല ആരംഭിക്കുകയായി. അല്പസമയത്തിനകം തന്നെ ഈ മനുഷ്യച്ചങ്ങല ആരംഭിക്കും മുനമ്പത്ത്. എങ്കിൽ ചാവക്കാട് പാലയൂർ ഫെറോനയിലെ പള്ളികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനം തുടരുകയാണ്.